മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് കൂടി അർഹമായ കൊടുമൺ പോറ്റി. ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം മലയാളികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ മനസ്സ് കവർന്നിരുന്നു. മമ്മൂട്ടിയല്ലാതെ മറ്റാരെയും കൊടുമൺ പോറ്റിയായി കാണാനാകില്ലെന്ന് കാണികൾ ഒന്നടങ്കം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മമ്മൂക്കയുടെ ഈ എന്ന മഹാനടന്റെ അത്ഭുതകരമായ പ്രകടനം കൊണ്ട് മാത്രമാണ് ഭ്രമയുഗം അത്രയും അംഗീകാരം നേടിയതെന്ന് പറയുകയാണ് ടി.ഡി. രാമകൃഷ്ണൻ. പ്രമേയത്തിന് വേണ്ടി സംഭാഷണം എഴുതിയത് ടി.ഡി. രാമകൃഷ്ണനായിരുന്നു. 2025 ഹൊറർ സിനിമയിലേക്ക് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയൊരു വലിയൊരു സന്തോഷം. ഓസ്കാർ അക്കാദമി ഭ്രമയുഗം സ്ക്രീൻ ചെയ്യാൻ പോവുകയാണ്. ആ സിനിമയുടെ ഭാഗമായി എന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഹൊറർ സിനിമകളെ അപേക്ഷിച്ച് പ്രമേയത്തിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. മൾട്ടി ലേയേഴ്സ് നരേഷനാണിത്. ഹൊറർ മാത്രം അതെന്ന് കണ്ട് ഇറങ്ങുക കൃത്യമായി മനസ്സിലാകും. മറ്റു ഹൊറർ സിനിമകളെ അപേക്ഷിച്ച് ഭ്രമയുഗം വളരെ റിസ്ക്കുള്ള സിനിമയായിരുന്നു. സംവിധായകൻ വളരെ മിടുക്കനാണ്. ലണ്ടൻ ഫിലിം അക്കാദമി പ്രോഡക്റ്റാണ് അദ്ദേഹം. വേൾഡ് ക്ലാസ് ചിത്രങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് എങ്ങനെ ഒരുപിടി മുന്നോട്ട് പോകാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുക്കുന്നത് അതിൽ 5 കഥാപാത്രങ്ങളും അതിൽ 2 പേർക്ക് കാര്യമായ റോളില്ല. ഒരൊറ്റ ലൊക്കേഷനിലാണ് സിനിമ മൊത്തം നടക്കുന്നത്. അങ്ങനെയുള്ള സിനിമ എടുത്ത് വിജയിപ്പിക്കുന്ന റിസ്ക് ഉണ്ട്. മമ്മൂക്ക എന്ന മഹാനായ നടന്റെ അത്ഭുതകരമായ പ്രകടനം കൊണ്ടാണ് ആ സിനിമ ഒരു ലെവലിൽ എത്തിയത്. അല്ലാതെ രാഘവേന്ദ്രദാസിനും ടി.ഡി. രാമകൃഷ്ണനും പരിശ്രമിച്ചാൽ ആ സിനിമ അത്രയും എത്തില്ല. കോരപ്പാപ്പാന്റെ കഥ പോലെയാണ് കൊടുമ്പൻ പൂറ്റിയെ അദ്ദേഹം വരുമ്പോൾ ആണ് സിനിമ മാറുന്നത്. എഴുതിയ കൊച്ചു ഡയലോഗുകൾ പോലും അദ്ദേഹം പറയുമ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നത് എന്ന് ടി.ഡി. രാമകൃഷ്ണൻ പറഞ്ഞു. കേരള ലെജിസ്ലേറ്റ് അന്താരാഷ്ട്ര പുരസ്കാരത്തിന്റെ വേദിയിലായിരുന്നു ഇങ്ങനെ പ്രതികരണം.